എന്താണ് UK NARIC? UK-ൽ നമുക്ക് ജോബ് വിസയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലോ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് അവിടുത്തെ വിസ ആൻഡ് ഇമിഗ്രേഷൻ്റെ പേപ്പേഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം വിസ ആൻഡ് ഇമിഗ്രേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നമ്മൾ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് നമുക്ക് UKVI-IELTS UK വിസ ആൻഡ് ഇമിഗ്രേഷൻ IELTS അറ്റൻഡ് ചെയ്യുക ഓരോ കാൻഡിഡേറ്റും. എന്നിട്ട് അതിൻ്റെ ഒരു മിനിമം ബാൻഡ് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതിൻ്റെ ഒരു മിനിമം ബാൻഡ്, അതായത് ഒരു 4 സ്കോർ അച്ചീവ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഈ UKVI-IELTS അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ഒരു അസസ്മെൻ്റ് ഉണ്ട്, അതായത് നാരിക് അസസ്മെൻറ്റ്. അത് ഓക്കെ ആണെങ്കിൽ അവർക്ക് UKVI വേണ്ട എന്നാണ്, IELTS വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഇംഗ്ലീഷിലാണ്, അതിലെ പഠിപ്പിച്ചതും അതിലെ കണ്ടൻറ്റും എല്ലാം ഇംഗ്ലീഷിലാണ്. പിന്നെ നമ്മളൊരു ഡിഗ്രി കോഴ്സാണ് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് UKVI-IELTS എടുക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ഈ UK NARIC അസസ്മെൻറ്റിന് വിട്ടാൽ മതി. അതാണ് അവർ പറയുന്നത്. UK NARIC എന്ന് പറയുന്നത് UK-ലെ ഒരു ഗവൺമെൻറ് ബോഡിയാണ്. അവർക്ക് ഈ പേപ്പേഴ്സൊക്കെ അസസ് ചെയ്ത് നമ്മളുടെ ഈ ക്വാളിഫിക്കേഷൻ അവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ഒരേപോലെ ആണോ എന്ന് അവർ അസസ് ചെയ്ത ശേഷം അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡിഗ്രി ഉള്ള ആൾക്കാരും കോഴ്സ് ഇംഗ്ലീഷിൽ ചെയ്ത ആൾക്കാർക്കും UKVI വേണ്ട. ഓക്കെ, അതാണ് അവർ പറയുന്നത് കേട്ടോ. അല്ലാത്തവരെല്ലാവരും ഇപ്പോൾ ഡിപ്ലോമ നഴ്സസാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ പ്രൊഫഷൻ്റെയും ഡിഗ്രി അല്ലാത്തതാണെങ്കിൽ നിങ്ങളെല്ലാവരും UKVI-IELTS UK പോകണമെങ്കിൽ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് വേണ്ടിയത്? ഇതിന് നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ കോപ്പി വേണം, പിന്നെ ഒരു ഫോം, അത് നമ്മൾ പഠിച്ച ട്രെയിനിങ് എടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ കോളേജിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടിയത്. ഇനി ഏതെങ്കിലും ഒരു ഫോം വന്നിട്ട് അത് ഇംഗ്ലീഷിലല്ല എങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇവരുടെ സൈറ്റുണ്ട്. സൈറ്റിൻ്റെ വെബ്സൈറ്റ് www.naric.org.uk എന്നാണ് ആ സൈറ്റ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ സൈറ്റ് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പമുണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത് ഇവർ പറയുന്നത് ഇത് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ ഈ ഒരു അസസ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് അവർക്ക് അപ്രൂവ് ചെയ്യണം, അത് IELTS എഴുതണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഏത് IELTS ആണ്? നമ്മൾ വിസ ആൻഡ് ഇമിഗ്രേഷൻ്റെ പർപ്പസിന് വേണ്ടി മാത്രമുള്ള UKVI-IELTS വേണ്ടെന്നുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. 24 hours അല്ലെ 48 hours ഇത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഫീസ് കുറച്ച് കൂടുതലാണ്. സാധാരണ ഈ ഒരു 10 അല്ലെ 15 ഡേയ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു £150 വരും. പക്ഷേ അത് ഫാസ്റ്റ് ട്രാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഫീസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മെയിൽ വരും. അപ്പോൾ ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കയറി നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൈറ്റായി. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തിട്ട് അതെല്ലാം വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വേണം അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഓരോ ആൻസറും അവർ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് IELTS എഴുതണോ വേണ്ടോ എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്വാളിഫിക്കേഷൻ ഓക്കെ ആണോ എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളീ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും സ്കാൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ അല്ല ലാപ്പിലോ അത് കളർ സ്കാനായിട്ട് എടുത്തിട്ട് അത് അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം വരും. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനലി എല്ലാം കഴിയുമ്പോഴത്തേക്കും ഫീസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂണിക് ID നമ്പർ കിട്ടും. അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ യൂണിക് ID നമ്പറാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതാണ് നമുക്ക് UK നാരിക്കിൻ്റെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഒരു അതെന്താണെന്നുള്ളതും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം എക്സാം എഴുതാതെ തന്നെ നമുക്കിങ്ങനെ 1-2 പേപ്പേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ഓക്കെ ആവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.